കാവിലമ്മയെ ശരണം, തൃക്കോവിലപ്പ ശരണം. ആമ്പല്ലൂർ കാവിലമ്മയുടെ തിരുമുറ്റത്ത് നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. ദേവസ്വത്തിൻ്റെ ഊരായ്മ ട്രസ്റ്റിൻ്റെ പ്രസിഡൻ്റാണ് ഞാൻ. കാവിലമ്മയുടെ പ്രധാനപ്പെട്ട ഉത്സവം താലപ്പൊലി പാട്ട് മഹോത്സവം എന്നാണ് പറയുക. ഈ വരുന്ന മെയ് മാസം 9-ാം തീയതി ആരംഭിച്ച് ഇടവമാസം 1-ാം തീയതി മെയ് 15-ന് അവസാനിക്കും. ഏറ്റവും സവിശേഷമായൊരു കാര്യം, നട്ടുച്ചയ്ക്ക് വലിയ കുരുതി നടക്കുന്ന പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നാണ് ആമ്പല്ലൂർ കാവ്. കാവിലമ്മ വടക്കോട്ട് ദർശനമായിട്ടുള്ള ഭദ്രകാളിയാണ്. അഭിഷ്ടവരദായിനിയായിട്ടുള്ള കാവിലമ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടായിട്ട് കാണുന്ന നട്ടുച്ചയ്ക്ക് വലിയ കുരുതി. ഈ കുരുതി ദർശിക്കുന്ന ആളുകൾ മനമൊരുക്കി പ്രാർത്ഥിച്ചാൽ ഒരു വർഷത്തിനകം ആ കാര്യം സാധിക്കും എന്നുള്ളതാണ് വിശ്വാസം. അനുഭവസാക്ഷ്യവും അതുതന്നെ. ഈ മഹത്തായ നട്ടുച്ചയ്ക്ക് വലിയ കുരുതി ഈ വർഷം നടക്കുന്നത് മെയ് മാസം 15-ാം തീയതി 12 മണിക്കാണ്. മുഴുവൻ സജ്ജനങ്ങളും ഭക്തജനങ്ങളും ഈ ഗുരുതി ദർശിക്കുന്നതിന് എത്തിച്ചേരണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ താലപ്പൊലി പാട്ടുത്സവമാണ്. അരിയേറ്, ഉദയാസ്തമയം പാട്ട്, അഹോരാത്രം പാട്ട്, നട്ടുച്ചയ്ക്ക് വലിയ കുരുതി, ഇതാണ് ഉത്സവത്തിൻ്റെ ചടങ്ങ്. തൊട്ടടുത്തുള്ള തൃക്കോവിൽ മഹാക്ഷേത്രത്തിലാണെങ്കിലും തിരുവോണ ആറാട്ട് മഹോത്സവമായിട്ടാണ്, ആറാട്ട് സ്മാരക ദിനമായിട്ടാണ് ആചരിക്കുന്നത്. തുടർന്ന് വരുന്ന തിരുവോണം കഴിഞ്ഞ് തുടർന്ന് വരുന്ന ഞായർ, ചൊവ്വ, വെള്ളി ദിവസങ്ങളിലാണ് ഗുരുതി നടത്താറുള്ളത്. 4 ദിവസം വേണം. 4-ാം ദിവസം ഈ പറയുന്ന ദിവസങ്ങൾ ഞായറാഴ്ചയോ ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ വരണം. അതിന് സാധിക്കുന്നില്ല എങ്കിൽ ഉത്സവം താലപ്പൊലി മഹോത്സവം 1-2 ദിവസം കൂടുതലായിട്ട് വരും. ഇത്തവണ അങ്ങനെ 2 ദിവസം കൂടുതലുണ്ട്. അപ്രകാരത്തിലാണ് നടക്കുന്നത്. വിപുലമായ പരിപാടികളൊക്കെ ആയിട്ടാണ് നടക്കുന്നത്. ഇതാണ് കാവിലമ്മയുടെ ഉത്സവത്തെ സംബന്ധിച്ച് പറയുമ്പോൾ പ്രധാനമായിട്ട് പറയാനുള്ളത്. വളരെ പുരാതന കാലം മുതൽ തന്നെ വളരെ ഭംഗിയായി നടക്കുന്ന പാന പോലുള്ള കാര്യങ്ങൾ, പതിയാചാരപ്രകാരമുള്ള ചടങ്ങുകൾ, ഇതെല്ലാം പ്രധാനമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ദേവീക്ഷേത്രമാണ്. ഈ നട്ടുച്ചയ്ക്ക് വലിയ കുരുതി കഴിഞ്ഞാൽ 7 ദിവസത്തേക്ക് നടമറിഞ്ഞ് നടക്കില്ല. 7-ാം ദിവസം 7-ാം ഗുരുതിയോടനുബന്ധിച്ച് പതിയാചാരപ്രകാരമുള്ള ഗുരുതി ചടങ്ങുകൾ ഇതെല്ലാം നടക്കുന്നു. ഏറ്റവും പ്രധാനമായ ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിൽ ഇതുപോലുള്ള ചടങ്ങുകൾ നടക്കുന്നു. മുഴുവൻ സജ്ജനങ്ങളും പങ്കെടുക്കുവാൻ അഭ്യർത്ഥിക്കുകയാണ്.